കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസുകാർക്ക് സസ്പെൻഷൻ. ബന്ദൽഗുഡി SI നാഗരാജനടക്കം 3 പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രതിയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. തൃശൂർ വിയൂരിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ച് രക്ഷപ്പെട്ടത് ബാലമുരുകൻ എന്ന നിഗമനത്തിലാണ് കേരള പോലീസ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ട് 3 രാത്രിയും 3 പകലും പിന്നിടുകയാണ്. ഇതുവരെയും യാതൊരു സൂചനയുമില്ല. സാധാരണഗതിയിൽ ഇതിന് മുൻപ് ഇയാൾ വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അവിടെ സമീപത്തുണ്ടായിരുന്ന ഒരു സ്കൂട്ടർ മോഷ്ടിച്ചാണ് കടന്നു കളഞ്ഞത്. അന്ന് സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ് മടങ്ങിയത്. ഇവിടെയും അതായത് ബാലമുരുകൻ രക്ഷപ്പെട്ട ഉടൻ തന്നെ ഒരു സ്കൂട്ടർ വിയൂരിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിരുന്നു. ആ സ്കൂട്ടറിൽ തന്നെ ആകാം ബാലമുരുകൻ കടന്നു കളഞ്ഞതെന്ന നിഗമനമുണ്ട്. പക്ഷേ കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായി ബാലമുരുകന് വേണ്ടി വല വിരിച്ചിട്ടും യാതൊരു സൂചനയുമില്ല. എവിടേക്കാകാം ഇയാൾ കടന്നു കളഞ്ഞതെന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ അന്വേഷണ സംഘത്തിനുണ്ടോ? CCTV ദൃശ്യങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ഇതുവരെ പോലീസിന് ഈ ബാലമുരുകൻ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. അതേസമയം തമിഴ്നാട് പോലീസിന്റെ വീഴ്ച കൃത്യമായി മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ തമിഴ്നാട് പോലീസിൽ ഈ വിചാരണ തടവുകാരനെ വിചാരണയ്ക്ക് ശേഷം തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന 3 പോലീസുകാരെ, അതായത് ബന്ദൽഗുഡി സ്റ്റേഷനിലെ SI നാഗരാജൻ അതുപോലെ മറ്റ് 2 പോലീസുകാർക്കും സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ആലത്തൂർ വെച്ചുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ച് ബാലമുരുകനെ ഭക്ഷണം കഴിക്കാൻ കയറ്റിയപ്പോഴാണ് കൈവിലങ്ങ് അഴിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്ര വലിയ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ 54 കേസുകൾ, അതായത് കൊലപാതക കുറ്റം ഉൾപ്പെടെ 54 കേസുകൾ, അങ്ങേയറ്റം ഭയപ്പെടേണ്ടുന്ന ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റപ്പുള്ള ആൾ, അങ്ങനത്തെ ഒരാളെ, അതും വിയൂരിൽ അതീവ സുരക്ഷാ കാറ്റഗറിയിൽ ജയിലിൽ പാർപ്പിച്ചിരുന്ന ആളെയാണ് തമിഴ്നാട് മറ്റൊരു കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നും കൊണ്ടുപോയതും അത് പിറ്റേ ദിവസം വൈകുന്നേരത്തോടുകൂടി, അതായത് ഞായറാഴ്ചയാണ് കൊണ്ടുപോയത്. മിനിയാന്ന് വൈകുന്നേരം 9:45 അത് എത്തിക്കാമെന്നായിരുന്നു ഏറ്റുന്നത്. പക്ഷേ ആ ഒരു സമയത്താണ് ഇയാൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴും ബാലമുരുകൻ്റെ ഒരു ചെരുപ്പ് ജയിൽ വളപ്പിലുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി ഈ പരിശോധനകൾ നടത്തി വന്നത്. ദിവസം ചെല്ലുന്തോറും, അതായത് ബാലമുരുകൻ കഴിഞ്ഞ ദിവസം ഒരു സൈക്കിളിൽ മോഷ്ടിച്ച ഒരു സൈക്കിളിൽ യാത്ര ചെയ്തിരുന്നു. അത് പോലീസുകാരെ കണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊരു വാർത്ത പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ന് മോട്ടോർ സൈക്കിൾ, അതായത് അവിടെ നിന്ന് ഒരു സ്കൂട്ടർ മോഷണം പോയിട്ടുണ്ട്. ഈ സ്കൂട്ടർ മോഷണം പോയിരിക്കുന്നത് ബാലമുരുകൻ അതുമായി രക്ഷപ്പെട്ടതായിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് നിലവിലുള്ളത് പോലീസ്. മാത്രമല്ല ഇതിൻ്റെ ജയിലിൻ്റെ പരിസരത്ത് തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതുപോലെ തൊട്ടടുത്ത് തന്നെ ഹൈവേ ഉണ്ട്. ഇതുവഴി രക്ഷപ്പെടാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. ഹൈവേയിൽ ഏതെങ്കിലും വാഹനങ്ങൾക്ക് കൈകാണിച്ച് കയറിപ്പോയതാകാമോ, എന്തെങ്കിലും കേരളം വിട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. നിലവിൽ അതായത് ഈ തമിഴ്നാട് പോലീസിന് നിസ്സംഗ മനോഭാവമാണ് ഒരു ക്രിമിനലിനെ കൊണ്ടുവരുന്നത്. അതും ഇത്തരത്തിൽ ഒരു കൊടും ക്രിമിനലിനെ കൊണ്ടുവരുന്ന ഒരു തരത്തിലുള്ള. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിടെ 3 തമിഴ്നാട് പോലീസുകാർക്ക്, ബന്ദഗുഡി SI നാഗരാജനടക്കം 3 പേർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്, 3 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് വളരെ വ്യക്തമാണ്, കൈവലങ്ങില്ലാതെ ഇതുപോലുള്ളൊരു കൊടും കുറ്റവാളിയെ എന്തിനാണ് ഈ കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വിമർശനമുള്ളത്. അതോടൊപ്പം തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു ആരോപണം പോലീസിന്റെ ഒത്താശയോടുകൂടി പ്രതി ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ സംശയിക്കുന്നുണ്ടോ? എന്താണ് ഈ അന്വേഷണത്തിൽ, പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്? കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുവഴി മറ്റൊരു കേസ്, പല കേസുകളും ബാലമുരുകൻ്റെ പേരിലുള്ള പല കേസുകളും തമിഴ്നാട്ടിലുമുണ്ട്, അതുപോലെ കേരളത്തിലുമുണ്ട്. ഈ വിയൂരിൽ സെൻട്രൽ ജയിലിൽ സെപ്റ്റംബർ മുതലാണ് ഈ പറഞ്ഞതുപോലെയുള്ള അതീവ സുരക്ഷാ കാറ്റഗറിയിലേക്ക് 2023 സെപ്റ്റംബർ മുതലാണ് ഇയാളെ മാറ്റിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അത് അതീവ സുരക്ഷാ കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്ന ദിവസം. അതിനു മുൻപും ഈ ബാലമുരുകന് ചിരപരിചിതമായിട്ടുള്ള ഇടം തന്നെയാണ് വിയൂർ ജയിൽ. അപ്പോൾ ഈ ജയിൽ വളപ്പിലേക്ക് വന്ന്
അവിടെ നിന്നും ചാടാനുള്ള ടെൻഡൻസി പലതവണയും അയാൾ കാണിച്ചിട്ടുള്ളതുമാണ്. കഴിഞ്ഞ വർഷം അതുപോലെ ചാടിപ്പോയതും പിന്നീട് പിടിക്കപ്പെട്ടതുമാണ്. അത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു. അതായത് ഇതേ സെയിം സാഹചര്യം അത് റീക്രിയേറ്റ് ചെയ്ത പോലെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ വിചാരണയ്ക്കായി അയക്കുന്ന ഈ പ്രതിയെ തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ അയാളെ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് റീക്രിയേറ്റ് ചെയ്തതുപോലെ അത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഒരുപക്ഷെ തമിഴ്നാട് പോലീസിന്റെ ഒത്താശയോട് കൂടി തന്നെ ആയിരിക്കാം ഇയാൾ രക്ഷപ്പെട്ടത് എന്നുള്ളൊരു വിമർശനം ഉയർന്നത്. അത് മാത്രമല്ല, ഈ ആലത്തൂരും വിയ്യൂരും തമ്മിൽ നല്ല ദൂരമുണ്ട്. ഇങ്ങനെ ഈ നേരത്തെ തന്നെ ഈ ജയിൽ ചാടിപ്പോകാൻ ടെൻഡൻസിയുള്ള ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ അതിനുവേണ്ട നോക്കേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉദാസീന മനോഭാവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ പ്രതിയെ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും കേരള പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെയായിരുന്നാലും ബാലമുരുകൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ അപകടകാരിയാണ്. അത് പ്രത്യേകിച്ചും നേരത്തെ തന്നെ പറഞ്ഞിട്ടതുപോലെ ഒരു സ്ത്രീ സാക്ഷി പറഞ്ഞ ഒരു സ്ത്രീയെ വകവരുത്തിയ ഒരു ചരിത്രവും അയാൾക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അയാൾ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയാൽ തനിക്കെതിരെ സാക്ഷി പറഞ്ഞതോ തനിക്ക് ശത്രുതയുള്ള ആളുകളോടോ അതല്ലെങ്കിൽ അത്തരത്തിൽ അതിനോടുള്ള പകപോക്ക് നടത്താനുള്ള സാധ്യതയും ഈ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നതും കേരള പോലീസ് ഈ ബാലമുരുകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തീർച്ചയായും. എന്തായാലും ആജ്ഞ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചാണ് ഈ സംഭവത്തെ കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ക്യൂ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ബാലമുരുകന്റെ ഭാര്യയും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. ഒരുപക്ഷെ ബന്ധുക്കളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാനുള്ള സാധ്യത അതുതന്നെയാണോ ക്യൂ ബ്രാഞ്ച് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ടോമ, അങ്ങനെ ഈ തമിഴ്നാട് പോലീസിലെ അതായത് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ തന്നെ ക്യൂ ബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതേസമയം ഈ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെ അടുത്തേക്ക് വരുമോ അല്ലെങ്കിൽ ബന്ധുക്കൾ കൂടി നിരീക്ഷണത്തിലായിരിക്കുന്ന സാഹചര്യം ബാലമുരുകനെ പോലെയുള്ള അത്രയും ബുദ്ധിമാനായ ഒരു ക്രിമിനൽ അതിനുള്ള ഇത് കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത് ഒരു വിലയിരുത്തലും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഭാര്യയോടും അല്ലെങ്കിൽ കുടുംബത്തോടും ഒപ്പം വന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അയാളെ അവിടെ നിന്ന് പിടികൂടാമെന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ്, ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും വ്യാപകമായി ബാലമുരുകനുള്ള തെരച്ചിൽ തുടരുക തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ഒരു കുറ്റവാളിയാണ്. അയാളെ പാർപ്പിച്ചിരിക്കുന്ന രീതി അങ്ങനെയായിരുന്നു. അയാൾ മുൻപ് രക്ഷപ്പെട്ടിട്ടൊന്നും അയാൾ ചെയ്തിട്ടുള്ള ക്രൈമുകളും അത്തരത്തിൽ ഭയപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട ഒരു ക്രിമിനലാണ് ജയിൽ ചാടിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം കേരള പോലീസിനുമുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിനുമുണ്ട്. അതേസമയം തമിഴ്നാട് പോലീസിന് വീഴ്ച എന്ന് പറഞ്ഞ് കേരള പോലീസ് അനങ്ങാപ്പാറ നയം പാലിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം അങ്ങേറ്റം പറ്റുന്ന തരത്തിലൊക്കെ അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജയിലിലൊരു ചെരുപ്പ് കണ്ടപ്പോഴാണ് ഈ ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിനൊരുക്കിയത്. അതുമാത്രമല്ല ജയിലിന് പുറത്തും തൃശ്ശൂരും സംസ്ഥാനത്താകമാനം പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും. പക്ഷേ ഈ എടുത്തു പറയേണ്ടുന്ന കാര്യം നേരത്തെ തന്നെ ഈ തമിഴ്നാട് പോലീസ് കാണിച്ചിരുന്ന ഉദാസീന മനോഭാവമാണ് ഇത്ര വലിയൊരു കൊടി ക്രിമിനൽ ചാടിപ്പോകാനുണ്ടായ സാഹചര്യത്തിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതാണ് അങ്ങേയറ്റം ഖേദകരം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ബന്തൽഗുഡി SI നാഗരാജനെയും മറ്റ് 2 പോലീസുകാരെയും സസ്പെൻഡ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് തമിഴ്നാട് പോലീസ് കടന്നതും ക്യൂ ബ്രാഞ്ചിന് അന്വേഷണ ചുമതല നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കും വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയാളെ പിടികൂടും, ഉടനടി തന്നെ പിടികൂടാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ്. വിവരങ്ങൾ നൽകിയത് ആജ്ഞ രവീന്ദ്രനാണ്.